സ്മാർട്ട് ഫോൺ എന്ന വാക്ക് പോലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഭാവിയെ മുൻകൂട്ടി കണ്ട ചില പരീക്ഷണ ഫോണുകൾ ഉണ്ടായിരുന്നു. അതിൽ ഇന്നും അധികം ആളുകൾ അറിയാത്ത പക്ഷേ ടെക്നോളജി ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു ഫോണാണ് CECT-U8800. ചൈനയിൽ നിന്നും പുറത്തിറങ്ങിയ ഈ ഫോൺ ഡിസൈൻ കൊണ്ടും ഫീച്ചറുകൾ കൊണ്ടും അന്നത്തെ മൊബൈൽ ലോകത്ത് വ്യത്യസ്തമായൊരു സാന്നിധ്യമായിരുന്നു. ഈ മൊബൈൽ ഫോൺ ഒരു സ്ലൈറ്റ് ഡിസൈൻ ടച്ച് ഫോൺ ആയിരുന്നു. മുകളിൽ വലിയ ടച്ച് സ്ക്രീനും താഴെ ഫിസിക്കൽ കീപാഡുമുള്ള ഈ ഡിസൈൻ അന്നത്തെ കാലത്ത് വളരെ പ്രീമിയം ലുക്ക് തന്നിരുന്നു. ടച്ച് ഉപയോഗിച്ചും ബട്ടണുകൾ ഉപയോഗിച്ചും ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഈ ഫോണിൻ്റെ വലിയൊരു പ്രത്യേകത. അന്നത്തെ പല ഫോണുകളിലും ടച്ച് ഉണ്ടെങ്കിൽ കീപാഡ് ഇല്ല, അല്ലെങ്കിൽ കീപാഡ് ഉണ്ടെങ്കിൽ ടച്ച് ഇല്ല. എന്നാൽ ഈ ഫോണ് രണ്ടും നമുക്ക് ഒരുമിച്ച് നൽകി. ഈ ഫോൺ പ്രവർത്തിച്ചിരുന്നത് ജാവ അടിസ്ഥാനമാക്കിയ ചൈനീസ് മൊബൈൽ സോഫ്റ്റ്വെയറിലൂടെയായിരുന്നു. ആൻഡ്രോയിഡ്, iOS പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ വരുന്നതിന് മുൻപ് ചൈനീസ് ബ്രാൻഡുകൾ സ്വന്തം UIകളും ടച്ച് മെനുകളും വികസിപ്പിച്ചിരുന്നു. ഐക്കൺ അടിസ്ഥാനമാക്കിയ മെനുകൾ, ഫയൽ മാനേജർ, മ്യൂസിക്, വീഡിയോ ആപ്പുകൾ എന്നിവ ഈ ഫോണിൽ ലഭ്യമായിരുന്നു. ഈ ഫോണിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറുകളിൽ ഒന്ന് തന്നെയാണ് ഇതിൻ്റെ റൊട്ടേറ്റിംഗ് ക്യാമറ. ഇന്ന് സെൽഫി ക്യാമറയും വീഡിയോ കോളും സാധാരണമായിരിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഇതൊരു വലിയ ആശയമായിരുന്നു. ഒരേ ക്യാമറ തന്നെ മുന്നിലേക്കും പിന്നിലേക്കും തിരിച്ച് ഉപയോഗിക്കാവുന്ന രീതി. അതുകൊണ്ട് തന്നെ വേറെ ഫ്രണ്ട് ക്യാമറയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ചിത്രത്തിൻ്റെ ഗുണനിലവാരവും മെച്ചമായിരുന്നു. ഈ മെക്കാനിക്കൽ റൊട്ടേറ്റിംഗ് ക്യാമറ സംവിധാനം അന്നത്തെ ടെക്നോളജിക്ക് വളരെ മുൻപോട്ടുള്ള ചിന്താഗതിയെ സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു. മൾട്ടിമീഡിയ ഉപയോഗത്തിനാണ് ഈ മൊബൈൽ ഫോൺ കൂടുതൽ ശ്രദ്ധ നൽകിയത്. മ്യൂസിക് പ്ലെയർ, വീഡിയോ പ്ലെയർ, ഫോട്ടോ വ്യൂവർ, FM റേഡിയോ തുടങ്ങിയ സൗകര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. മെമ്മറി കാർഡ് സപ്പോർട്ട് ഉണ്ടായതിനാൽ പാട്ടുകളും വീഡിയോകളും സൂക്ഷിക്കാനും സാധിച്ചു. ബ്ലൂടൂത്ത്, USB കണക്ഷൻ തുടങ്ങിയവ വഴി ഫയൽ ഷെയറിംഗ് അന്ന് തന്നെ സാധ്യമായിരുന്നു. ഡിസൈനിൻ്റെ കാര്യത്തിൽ ഈ ഫോൺ വളരെ ബോൾഡായിരുന്നു. കട്ടിയുള്ള ബോഡി, മെറ്റാലിക് ഫിനിഷ്, വ്യത്യസ്തമായ ബട്ടൺ പ്ലേസ്മെന്റ്, ഇതെല്ലാം ചേർന്ന് ഇതൊരു സാധാരണ ഫോണല്ല, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഗാഡ്ജറ്റ് എന്ന ഫീൽ തന്നിരുന്നു. നോക്കിയ, സാംസങ് പോലുള്ള വലിയ ബ്രാൻഡുകളുടെ പരമ്പരാഗത ഡിസൈനുകളിൽ നിന്ന് ഇത് പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. അടുത്തതായി വിലക്കുറവാണ് ഈ ഫോണിനെ കൂടുതൽ ശ്രദ്ധേയമാക്കിയത്. വലിയ ബ്രാൻഡുകളുടെ ഫോണുകൾക്ക് പകരം കൂടുതൽ ഫീച്ചറുകൾ കുറഞ്ഞ വിലയിൽ നൽകുന്ന ഒരു ഓപ്ഷനായി U8800 മാറി. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ചൈനീസ് ഫോൺ എന്ന പേരിൽ ഇത്തരം ഫോണുകൾ വലിയ തോതിൽ പ്രചരിച്ചു. ഇന്ന് ഈ ഫോൺ ഒരു പഴയ ഫോൺ മാത്രമല്ല, ഇതൊരു സ്മാർട്ട് ഫോൺ യുഗത്തിന് വഴിതെളിച്ച പരീക്ഷണങ്ങളുടെ ഭാഗമാണ്. പല ആശയങ്ങളും പിന്നീട് വിജയിച്ചപ്പോൾ ചിലത് പരാജയപ്പെട്ടു. പക്ഷേ അന്നത്തെ സ്മാർട്ട് ഫോണുകളിൽ കാണുന്ന ടച്ച്, സ്ലൈഡ് ഡിസൈൻ, സെൽഫി ആശയം, മൾട്ടിമീഡിയ കേന്ദ്രീകൃതമായ ഉപയോഗം, ഇതെല്ലാം അന്നു തന്നെ പരീക്ഷിച്ച ഒരു ഫോൺ എന്ന നിലയിൽ CECT-U8800 മൊബൈൽ ചരിത്രത്തിലെ ഒരു മറന്നുപോയ പക്ഷേ അതീവ പ്രാധാന്യമുള്ള ഒരു അധ്യായം തന്നെയാണ്.